ഇന്ന് രാവിലെ ഉണർന്നത് ഒരു ദുഃഖവാർത്ത കണ്ടുകൊണ്ടാണ്. ഡൽഹിയിലെ 3 കുട്ടികളുടെ മരണം. IAS കോച്ചിങ് അക്കാഡമി പഠിക്കുകയായിരുന്നവർ. അവർ വെള്ളത്തിൽപ്പെട്ട് മരിച്ചുപോയെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇപ്പൊ എവിടെയാണ് ഡൽഹിയിൽ ഫ്ലഡ്? ഇല്ലല്ലോ. അങ്ങനെ ഒരു വാർത്ത ഇന്നലെ കേട്ടില്ല. മഴ പെയ്തപ്പോൾ വെള്ളം വൻതോതിൽ ഒരു ബിൽഡിങ്ങിന്റെ സെല്ലർ ഫ്ലോറിലേക്കും അതിനു താഴെയുള്ള സെക്കൻഡ് സെല്ലറിലേക്കും ഒഴുകി വന്നു. അവിടെ വെള്ളം നിറഞ്ഞു. അവർക്ക് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. 40 കുട്ടികളുണ്ടായിരുന്നു. അതില് 37 പേരും എങ്ങനെയൊക്കെയോ പുറത്തു വന്നു. ഈ ഏറ്റവും അവസാനം പെട്ടുപോയ ആ 3 പേർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അപ്പോഴേക്കും 7 അടിയിൽ കൂടുതൽ വെള്ളം അതിൽ നിറഞ്ഞു. വെറും മഴവെള്ളമാണെന്ന് ഓർക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി? ആരാണ് ഉത്തരവാദി? ഗവൺമെന്റ് മാത്രമാണോ? പ്രമോദ് പെരുമ്പായിക്കാട്. ഈ അപകടത്തെക്കുറിച്ച് ചാനലുകൾ പലതും റിപ്പോർട്ട് ചെയ്യും. അവിടെ സേഫ്റ്റി ഇല്ലായിരുന്നു, സുരക്ഷിതമല്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ലായിരുന്നു, വെള്ളം എങ്ങനെ ഒഴുകി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പലരും ചിന്തിക്കുന്നത്. ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് വേറെ ചില കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഈ കെട്ടിടം, ഈ ബിൽഡിംഗ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫ്രണ്ടിൽ നല്ല ഗ്ലാസ് പാനലിംഗ്, റാവൂസ് IAS അക്കാഡമി. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി? അവിടുത്തെ സെല്ലർ ഫ്ലോറിലായിരുന്നു, അണ്ടർഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ലൈബ്രറി. അപ്പൊ കുട്ടികൾ അവിടെ ഇരുന്ന് വായിക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു. എന്തിനാണ് ഈ സെല്ലർ ഫ്ലോറിൽ ലൈബ്രറി വെച്ചത്? നമ്മുടെ ഇന്ത്യയിലെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളിൽ സെല്ലർ ഫ്ലോർ എന്ന് പറയുന്നത് ഓഫീസ് നടത്താനോ അല്ലെങ്കിൽ ഇതുപോലെ മനുഷ്യന് ഇരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണോ? അല്ല. സെല്ലർ ഫ്ലോർ പൊതുവെ സ്റ്റോർ ഏരിയ, അല്ലെ പാർക്കിംഗ് ഏരിയ, അതല്ലെങ്കിൽ അവരുടെ ഡംപിംഗ് ഏരിയ, അതായത് ഡെയിലി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ ആ സെല്ലർ ഫ്ലോറിൽ സൂക്ഷിക്കാറുമുണ്ട്. അവിടെ എങ്ങനെ ഈ 40 കുട്ടികളിരുന്നു? അതിനർത്ഥം അവിടെ ഒരു ലൈബ്രറിയും ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇതിനാരാണ് പെർമിഷൻ കൊടുത്തത്? ഒരിക്കലും ഒരു ഗവൺമെന്റും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കില്ല. പിന്നെ ഇവർക്ക് എങ്ങനെ ഈ പെർമിഷൻ കിട്ടി? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ ഈ വ്യവസ്ഥകളുണ്ടല്ലോ, എല്ലാം കറപ്റ്റഡ് ആണ്. കൈക്കൂലിയിൽ മുങ്ങിയ ഒരു രാജ്യമാണിത്. മന്ത്രിമാരും MP മാരും മാത്രമല്ല ഇവിടെ കൈക്കൂലി വാങ്ങിക്കുന്നവര്. അതൊക്കെ വലിയ സ്കാമുകളാണ്. ഇത് ഗവൺമെന്റ് ഓഫീസുകളെ കുറിച്ചാണ്. ഗവൺമെന്റ് ഓഫീസുകളിൽ ചെന്നാൽ കാര്യം നടക്കണമെങ്കിൽ മാമൂൽ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കാര്യങ്ങൾ നടക്കുമെന്ന് പലർക്കും അറിയാം. അതിനുവേണ്ടി കൺസൾട്ടൻസ് തന്നെയുണ്ട് എല്ലായിടത്തും, എല്ലാ ടൗണുകളിലും, എല്ലാ സിറ്റികളിലും, എല്ലായിടത്തും ഉണ്ട്. ഈ ഗവൺമെന്റ് ഓഫീസേഴ്സുമായിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ് ഈ കൺസൾട്ടൻസ്. നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് വരാം. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? ഈ കെട്ടിടം ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ്, പ്രോപ്പർട്ടി ഉള്ളയാൾ, സ്ഥലമുള്ളയാൾ അവിടെ ഒരു കെട്ടിടം പണിയുന്നു. ആ കെട്ടിടം ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആയിട്ട് പണിയുന്നു. ചിലപ്പോൾ അത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞായിരിക്കും, അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞായിരിക്കും അതിന്റെ ലൈസൻസിന് അപ്ലൈ ചെയ്യുന്നത്. ഗവൺമെന്റ് അതോറിറ്റി വരുന്നു, ചെക്ക് ചെയ്യുന്നു. ഇവിടെ 3 നില വരെ പെർമിഷനുള്ളൂ, അല്ലെങ്കിൽ 4 നിലയ്ക്കേ പെർമിഷനുള്ളൂ. നിങ്ങൾക്ക് ഇതിന് ചുറ്റും പാർക്കിംഗ് ഏരിയ വേണം, അതിന് ചുറ്റും ഫ്രീ ഏരിയ വേണം. ഇങ്ങനെയുള്ള ഗവൺമെന്റ് നോംസ് ഒക്കെ കാണിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ തരാൻ പറയുന്നു. ഇവർ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ഞാൻ എന്താ പറഞ്ഞത്? 2 നില അല്ലെ 3 നിലയ്ക്ക് പെർമിഷൻ ഉള്ളൂ. ഇവർ ഈ പെർമിഷനൊക്കെ വാങ്ങിയിട്ട് അതിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നു. 2 അല്ലെ 3 നില ഏതാന്ന് വെച്ചാൽ അത് പണിയുന്നു. ഈ 2 അല്ലെ 3 നില എന്ന് ഞാൻ പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. അങ്ങനെ ഒരു കെട്ടിടമാണെങ്കിൽ അവിടെ ഫയർ ആൻഡ് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒന്നും ആവശ്യമില്ല. ഓരോ സിറ്റികളിൽ ഓരോ നിയമമാണ്. ചില സിറ്റികളിൽ 4 നില വരെ വേണ്ട, ചില സിറ്റികളിൽ, ചില ടൗണുകളിൽ അത് 3 വരെ വേണ്ട, ചിലർക്ക് 2 വരെ വേണ്ട. ഈ ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടേക്ക് ഈ വാട്ടർ പമ്പ് ഓണാക്കി എല്ലാ നിലകളിലേക്കും വെള്ളം സ്പ്രേ ചെയ്യുക, എല്ലാ മുറികളിലും എത്തിക്കുക. അതിനുവേണ്ടിയുള്ള ഹൈഡ്രൻസ്, സെൻസേഴ്സ് ഇതെല്ലാം വെച്ചുള്ള ഒരു സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. അതും കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഈ ബിൽഡിങ്ങിന് പെർമിഷൻ ആകുകയുള്ളൂ. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും? ഈ 2 അല്ലെ 3 നില വരെ പണിയാനുള്ള പെർമിഷൻ മാത്രം വാങ്ങിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഒരു 15-20 ലക്ഷം രൂപ ആ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടി ചെലവാക്കാനുള്ള കാശ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു 1-2 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരിതിനുള്ള പെർമിഷൻ അങ്ങ് കണ്ണടച്ചങ്ങ് കൊടുക്കും. എന്നിട്ടോ ഈ 3 നില പണിത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് 1 നിലയ്ക്ക് കൂടെ പെർമിഷൻ അപ്ലൈ ചെയ്യാം. പിന്നെ 1 നില തൽക്കാലം ഷീറ്റൊക്കെ ഇട്ടങ്ങ് പണി ചെയ്യാം. ഏത് PVC ഷീറ്റോ അല്ലെങ്കിൽ ചിലർക്ക് ആസ്പെറ്റോ ഷീറ്റ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ റൂഫൊക്കെ ഉണ്ടാക്കിയിട്ട് പണി ചെയ്യുക. എന്നിട്ട് അതിന് ചുറ്റും ഒരു ഭിത്തി പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കെട്ടി ഉണ്ടാക്കുക, അതും യൂസ് ചെയ്യുക. പിന്നെ സെല്ലർ ഫ്ലോറുകളോ പാർക്കിങ്ങിനായിട്ടാണ്. എങ്ങനെയൊക്കെ പറഞ്ഞ് പെർമിഷൻ എടുക്കുന്നു, അത്യാവശ്യം കൈക്കൂലിയൊക്കെ കൊടുത്ത് കാര്യങ്ങൾ നടത്തുന്നു. ഈ ബിൽഡിംഗ് പണിത് കഴിഞ്ഞും അവിടെ ഇൻസ്പെക്ഷൻ ആവശ്യമാണ്. എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കുന്നു, ഇതൊക്കെ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ ആവശ്യമാണ്. ഈ സിസ്റ്റമൊക്കെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. പക്ഷെ ഇതിലേക്കൊന്നും ആരും മുമ്പോട്ട് പോവില്ല. ഒരിക്കൽ പെർമിഷൻ കിട്ടിയോ കാര്യം കഴിഞ്ഞു, എല്ലാം സേഫ്. എന്നിട്ട് ഈ ബിൽഡർ, ഈ ബിൽഡിങ്ങിന്റെ ഓണർ ഇതിനെ വാടകയ്ക്ക് കൊടുക്കുന്നു ആർക്ക് വേണമെങ്കിലും. അത് ഹോസ്പിറ്റലാകാം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആകാം, ഇതുപോലുള്ള കോച്ചിങ് സെന്ററുകളാകാം, ചെറിയ കൊമേഴ്സ്യൽ സെന്റർ ആയിട്ടോ സൂപ്പർ മാർക്കറ്റ് ആയിട്ടോ ഒക്കെ മാറ്റാം. കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത്, ആളുകൾ കൂടുതൽ വരുന്ന സ്ഥലത്ത് വേണ്ട സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഇതിലുണ്ടോ ഇല്ലയോ എന്നുള്ള ആദ്യത്തെ പെർമിഷനിൽ ഇല്ല. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പാർക്കിങ്ങിനുള്ള ഏരിയ, യൂട്ടിലിറ്റിയൊക്കെയുള്ള ഏരിയ, സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഏരിയയിൽ ഈ അക്കാഡമി, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് ആ ഏരിയ കൂടെ അവരങ്ങ്
പാർക്കിംഗ് ഒക്കെ മാറ്റിയിട്ട്, കാരണം സ്റ്റുഡൻസ് അല്ലേ, അവർ മാക്സിമം വന്നു കഴിഞ്ഞാൽ ബൈക്കിലേക്കേ വരുള്ളൂ, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് കാര്യമായിട്ട് വലിയ പാർക്കിംഗ് ഒന്നുമില്ല. ആ ഏരിയ കാറുകളൊന്നും വരില്ല അവിടെ. അതുകൊണ്ട് നമുക്ക് ആ ഏരിയയും കൂടി ഇതിലേക്ക് എടുക്കാം. എവിടേക്ക്? നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ടങ്ങ് എടുക്കാം. അതുകൊണ്ടല്ലേ അവരവിടെ ലൈബ്രറി ഉണ്ടാക്കിയതും അവിടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി കൊടുത്തതും. അതെ. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് ബിൽഡിങ്ങിന്റെ ഓവറോൾ സ്ട്രക്ചറിന്റെ കാര്യമാണ്. അടുത്തത് എമർജൻസി എക്സിറ്റ് അല്ലെ ഫയർ എക്സിറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇൻ കേസ് ഓഫ് ഫയർ, ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു എസ്കേപ്പ് റൂട്ട് വേണം. അതായത് മെയിനായിട്ട് ഒരു ലിഫ്റ്റ് കാണും, അല്ലെ സ്റ്റെയർ കേസ് കാണും. അതാണ് എല്ലാ ദിവസവും എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ ഫയർ ഇതുപോലെ ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് രണ്ടാമതൊരു എക്സിറ്റ് റൂട്ട് കൂടി വേണം. അതെപ്പോഴും ഫ്രണ്ടിലിരിക്കുന്ന ലിഫ്റ്റിന്റെയും സ്റ്റെയർ കേസിന്റെയും അടുത്തായിരിക്കത്തില്ല, അത് കുറെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കാം, അതിൽ നിന്ന് ഏറ്റവും അകലെ ആയിരിക്കണം. കാരണം രണ്ട് സൈഡിലേക്കും ആൾക്കാർക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഫയർ റേറ്റഡ് ഡോർസ് ഉണ്ടാവും. ഈ ഡോറ് തള്ളി തുറന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിലായിരിക്കും അത് ഉണ്ടാക്കേണ്ടത്. പല കെട്ടിടങ്ങളിലും നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, കെട്ടിടം പണിത് 20-25 വർഷം മുമ്പൊക്കെ ആയിരിക്കാം, പക്ഷെ അതിന്റെ പുറത്ത് സ്റ്റീലും ഉണ്ട്, ഇരുമ്പും ഉണ്ട്, സ്റ്റെയർ കേസുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇതൊക്കെ ആദ്യകാലത്ത് ഈ സ്റ്റെയർ കേസ് ഒന്നും ഇല്ലാതെ പെർമിഷൻ കിട്ടി. കുറച്ചു കാലങ്ങൾ മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്റ്റെയർ കേസ് ഫയർ എക്സിറ്റ് ഒക്കെ നിർബന്ധമായി കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ബിൽഡിങ്ങിന്റെ പുറത്ത് ഇതുണ്ടാക്കി. ഇതൊക്കെ ശരിക്കും ആക്ച്വൽ ബിൽഡിങ്ങിന്റെ പാർട്ടായിട്ട് വേണ്ടതായിരുന്നു, അങ്ങനെ ചെയ്തില്ല. ഇവിടെ ഈ കുട്ടികൾക്ക് ഈ ഫ്രണ്ടിൽ കൂടെ അല്ലാതെ ബാക്കിൽ കൂടെയും ഒന്ന് പുറത്തു പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നോ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ഇനി ഡൽഹി സിറ്റിയിലെ വേറൊരു കാര്യം പറയാം. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ അവിടെ 3 വർഷം ജീവിച്ച ആളാണ്. വളരെ പോഷ് ആയിട്ടുള്ള ഏരിയ, നല്ല കാശുള്ള ബിസിനസ് കമ്മ്യൂണിറ്റി അല്ലെ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഒക്കെ താമസിക്കുന്ന റിച്ച് ക്ലാസ് ഏരിയ. അവിടെ പോലും വലിയ വലിയ ബംഗ്ലാവ്സ് കാണാം, 2-3 നിലകളൊക്കെ ഉള്ളത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. വീടിന്റെ ഫ്രണ്ടിലെ ചെറിയ മാരുതി ആൾട്ടോ പോലുള്ള വണ്ടികളൊന്നും കാണില്ല. അവിടെ എല്ലാം ലക്ഷറി കാറുകൾ, അല്ലെങ്കിൽ അതിലും സൂപ്പർ ലക്ഷറി ആയിട്ടുള്ള കാറുകളൊക്കെ. അവർക്ക് വീടിനകത്ത് 1-2 കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്, അതുകൂടാതെ വീടിന് പുറത്തും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ ഈ വീടുകൾ തമ്മിൽ ഉള്ള ഗ്യാപ്പ്, തൊട്ടയിലേക്കത്തെ വീടുമായിട്ടുള്ള ഗ്യാപ്പ് എത്രയായിരിക്കും? നിയമപ്രകാരം 6 അടി വേണം, 8 അടി വേണം എന്നൊക്കെയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ശരിയാ, കുറച്ച് കോംപ്രമൈസ് ഒക്കെ ആയി, ഒരു 3 അടിയൊക്കെ മതിയായിരിക്കും. ഇവിടെ ഗ്യാപ്പേ ഇല്ല. എന്ന് പറഞ്ഞാൽ 2 ബിൽഡിങ്ങുകൾക്കിടയ്ക്ക് ഒരല്പം പോലും സ്ഥലമില്ല. അതായത് 2 ഓണർമാരും കൂടി ചേർന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് കോമൺ വാൾ മതി. ഒരു കെട്ടിടത്തിന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വേറെ കെട്ടിടങ്ങളുണ്ട്. അപ്പൊ ആ ഭാഗത്തേക്കുള്ള ജനലുകൾ തുറക്കാൻ പറ്റില്ല. ആ ബാൽക്കണിയുടെ കാര്യമൊക്കെ വിട്ടേക്ക്, ജനലുകൾ തുറക്കാനേ പറ്റില്ല. അവർക്ക് ആകെ തുറക്കാൻ പറ്റുന്ന ഈ ഫ്രണ്ട് ഏരിയ മാത്രം. ഞാൻ തെറ്റിച്ചു പറഞ്ഞതല്ല, കാരണം ബാക്ക് തുറക്കാൻ മേലെ എന്ന് ചോദിച്ചേക്ക് നിങ്ങൾ. ബാക്കിൽ വേറൊരു ലൈൻ ഉണ്ട്, അപ്പം അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫേസ് ചെയ്യുന്ന വീടുകൾ ഇതിന്റെ ബാക്കിൽ വന്നിരിക്കുകയാണ്. അവിടെ ഇവർ കോമൺ വാൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു പലയിടത്തും. അപ്പൊ ഇവർക്ക് ശരിക്കുള്ളത് ഒരു ഫ്രണ്ട് ഫേസ് മാത്രം. ഇവിടെ ആരാണ് താമസിക്കുന്നത്? ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, റിച്ച് ക്ലാസ്. അവർക്ക് പോലും മാക്സിമം അങ്ങ് പണിത് കൂട്ടുക, വെന്റിലേഷൻ വേണമെന്നോ സൂര്യപ്രകാശം വേണമെന്നോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല. എത്രയും വലിപ്പത്തിലങ്ങ് ഉണ്ടാക്കാവോ അതങ്ങ് ചെയ്യുക. എന്നിട്ട് 1 നിലയിലോ 2 നിലയിലോ താമസിക്കുക, ബാക്കി 1-2 നില വാടകയ്ക്ക് കൊടുക്കുക. എങ്ങനെയും ഒക്കെ 50,000 1 ലക്ഷം രൂപയൊക്കെ വാടകയൊക്കെ മേടിച്ച് കാശ് സമ്പാദിക്കുക. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇതിനൊക്കെ ആരാണ് പെർമിഷൻ കൊടുത്തത്? അപ്പൊ അവർ പറയും, നേരത്തെ കിട്ടിയ പെർമിഷനാണ്, വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണ്. ഇപ്പോഴും ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട് അവിടെ ഈ ഡൽഹിയിൽ. ഞാൻ ഇതിനകത്ത് ഒരു പാർട്ടിയെയും ഞാൻ കുറ്റം പറയുന്നില്ല. കാരണം എല്ലാ പാർട്ടിക്കാരും ഏതവൻ ഭരിക്കാൻ വന്നാലും അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് കണ്ണടച്ചേക്കും. ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ, ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടാകുമ്പോഴോ അതുപോലെ വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാകുമ്പോഴോ ഒക്കെ അത്യാവശ്യം ഒരാഴ്ചയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ന്യൂസിലൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അതങ്ങ് തീരും, പ്രശ്നം തീർന്നു. എന്തിനു ഡൽഹിയെ മാത്രം പറയണം? ഏത് വലിയ സിറ്റികളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അവർ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ചില 2 കെട്ടിടങ്ങളുടെ ഇടയ്ക്കൊക്കെ. ആ ഗ്യാപ്പ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒന്ന് കയറി ഒരു ഫയർ ഫൈറ്റർക്ക് അയാളുടെ പൈപ്പ് ഒക്കെ ആയിട്ട് കയറി അതിന്റെ മുകളിലോട്ട് എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ. എല്ലാം ഇല്ലീഗൽ, അല്ലെ മാക്സിമം ഇല്ലീഗലായിട്ട് എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്യുക. ഇതിൽ നമ്മൾ അങ്ങ് ട്യൂൺഡായിപ്പോയി. നമുക്കിതൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ സംഭവമാണ്. എങ്ങനെയൊക്കെ കാര്യം സാധിച്ചെടുക്കുക, ഏതെങ്കിലും ഓഫീസിൽ ചെന്ന് കാര്യം സാധിച്ചെടുക്കുക. ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ ചിലരൊക്കെ പറയുന്നത് എന്താണെന്നോ, ഈ കോൺഗ്രസ് ഗവൺമെന്റ് തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ പാർട്ടി BJP പാർട്ടി വരും, അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ കുറെ എളുപ്പമായിട്ട് നടക്കും എന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട്. തിരിച്ചും അവിടെ ഞാൻ പറഞ്ഞ ഒരു പാർട്ടി ഞാൻ പ്രത്യേകിച്ച് കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഒരു പാർട്ടി നല്ലതെന്ന് പറയുന്ന ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും ഈ കാര്യത്തിൽ ഒരുപോലെയാണ്. കഴിഞ്ഞ മാസം ജൂണിൽ
എൻ്റെ മകളുടെ അഡ്മിഷന് വേണ്ടി ജൂനിയർ കോളേജിൽ 10ാം ക്ലാസ് പാസ്സായി. അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്ന് മാറ്റി മറ്റൊരു സ്കൂളിൽ ചേർക്കണമെന്ന് തോന്നി. കാരണം ഇപ്പം എല്ലാവർക്കും എൻട്രൻസ് ബേസ്ഡ് കോച്ചിങ് ഒക്കെ വേണമല്ലോ. ഞാൻ 6 ജൂനിയർ കോളേജുകളിൽ ഇതിൽ 5 എണ്ണവും ഈ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇന്ന് കണ്ടില്ലേ IAS അക്കാഡമി എന്ന് പറഞ്ഞ പോലെയുള്ള ആ വലിപ്പമുള്ള ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്നവയാണ് ഈ 5 കോളേജുകളും. അതിലെ ആ ഫ്രണ്ട് ഏരിയയിൽ ഫസ്റ്റ് ഫ്ലോർ അല്ലെ ഗ്രൗണ്ട് ഫ്ലോർ അവിടെ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളാണ്. അവിടെ ഹെയർ കട്ടിംഗ് സലൂൺ ഉണ്ട്, ബ്യൂട്ടി പാർലർ ഉണ്ട്, അല്ലെ ഡെന്റൽ ഡോക്ടർ ഉണ്ട്. ഇവരൊക്കെ ആ ഫ്രണ്ട് ഏരിയ, കാരണം അവിടെ വാടക കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ കൊടുത്തിട്ട് ഈ കോളേജുകൾക്ക് ബാക്കിൽ കൂടി എൻട്രി, 2 സൈഡിലോ അല്ലെ ഒരു സൈഡിലോ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ആ ബാക്കിൽ കൂടെ എൻട്രി കൊടുത്തിട്ട് അവിടെ ലിഫ്റ്റ് വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഫ്ലോറുകളിലേക്ക് ഈ കോളേജിലേക്ക്, ജൂനിയർ കോളേജിലേക്കുള്ള സ്റ്റുഡൻസ് പഠിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ബാക്കിൽ കൂടിയാണ് സ്റ്റെയർ കേസും ലിഫ്റ്റും. അപ്പോൾ ആ കുട്ടികൾ ആ പുറകിൽ കൂടെ പോയി അവരുടെ ക്ലാസ്സുകളിലേക്ക് പോകുന്നു. ഈ ഫ്രണ്ടിലെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെ ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ള സ്ഥാപനങ്ങൾക്ക്, കൊമേഴ്സ്യൽ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല. ഇവിടെയുണ്ട് സെല്ലർ ഫ്ലോർ പാർക്കിംഗ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ജൂനിയർ കോളേജിൽ ചെന്നപ്പോൾ എനിക്ക് തോന്നി ഇവിടെ എൻ്റെ കുട്ടിയെ വിടണ്ട, കാരണം ഈ ബിൽഡിംഗ് സേഫ് അല്ല. പല കാരണങ്ങൾ കൊണ്ട്. ഒന്നാമത്തെ കാര്യം ഈ എൻട്രി ആൻഡ് എക്സിറ്റ്, ലിഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റെയർ കേസ്, അതാകെ ഒരെണ്ണേ ഉള്ളൂ. അവിടെ ഒരു എമർജൻസി എക്സിറ്റ് ഇല്ല, അല്ലെ ഫയർ എക്സിറ്റ് ഇല്ല, ഫയർ എസ്കേപ്പ് റൂട്ട് ഇല്ല. ഓർത്ത് നോക്കിക്കണം, 20ഓളം ക്ലാസ് മുറികൾ, ഓരോ ക്ലാസ്സിലും 30 മുതൽ 40 വരെ കുട്ടികൾ. എത്ര പേരുണ്ട്? 500 മുകളിൽ സ്റ്റുഡൻസ്. ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, അവിടെ ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായാൽ ഇവർക്ക് ആകെ രക്ഷപ്പെടാനുള്ളത് ഈ ഒരു ഒറ്റ സ്റ്റെയർ കേസ് മാത്രമേ ഉള്ളൂ. ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. എല്ലായിടത്തൊന്നും ഞാൻ പറയുന്നില്ല. ഈ പാർക്കിംഗ് ഏരിയ അവിടെയും കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കോളേജുകളിൽ ചെന്നാൽ നമ്മൾ ആദ്യം ആരെയാണ് കാണുന്നത്? കൗൺസിലർ. അവന് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയും. ഞാൻ ഈ കൗൺസിലറോട് ചോദിച്ചു, ഇവിടെ ഈ ഫയർ എസ്കേപ്പ് റൂട്ട് ഒന്നും ഇല്ലേ, ഫയർ എക്സിറ്റ് ഒന്നും ഇല്ലേ? ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പം അവരെന്റെ നേരെ നോക്കുന്ന ആ നോട്ടം കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ എന്തോ അനാവശ്യം ചോദിച്ച പോലെയാണ് അവർ എന്റെ നേരെ നോക്കി. ഒരു സ്ത്രീ ആയിരുന്നു. ഇയാൾ എന്തോന്നാണ് ചോദിക്കുന്നത്? ശരിക്കും എന്റെ നേരെയുള്ള അവരുടെ നോട്ടം ആ രീതിയിലായിരുന്നു. ഞാൻ വീണ്ടും ചോദിച്ചു, ഇവിടെ ആകെ ഒരു സ്റ്റെയർ കേസോ ഉള്ളോ? ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്. ഇൻ കേസ് ഓഫ് ഫയർ ആക്സിഡന്റ് നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ അങ്ങനെ ഫയർ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവത്തില്ല. ഇത് ക്ലാസ് റൂംസ് അല്ലേ, ഇവിടെ എങ്ങനെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുക? പെട്ടെന്ന് ഒരു സബ്ജക്ട് മാറ്റിയാണ്. ഇവിടെ എല്ലാ ക്ലാസ് റൂംസ് AC ആണ്, ഞങ്ങൾ ഇവിടെ എല്ലാ ആഴ്ചയിലും റിവൈസ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരങ്ങ് പോവുകയാണ്. അടുത്ത കോളേജിൽ ചെന്നു, ഇതൊക്കെ ഒരാഴ്ച കൊണ്ട് നടന്ന കാര്യങ്ങളാണ്. അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നപ്പോഴും ഇതുപോലെയൊക്കെ തന്നെ ഇവർ നമുക്ക് ക്ലാസ് തരുവാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എല്ലായിടത്തും ഈ ചോദ്യം ചോദിക്കാൻ മറന്നില്ല. ഇവിടെ ഫയർ എസ്കേപ്പ് റൂട്ട് ഉണ്ടോ, ഫയർ എക്സിറ്റ് ഉണ്ടോ, ഫയർ ഡോർസ് ഉണ്ടോ, അല്ലെ ഹൈഡ്രൻസ് ഉണ്ടോ, സ്മോക്ക് സെൻസേഴ്സ് ഉണ്ടോ? എല്ലായിടത്തും ചോദിച്ചു. എല്ലായിടത്തും ഒരേ ഉത്തരമാണ്, ഇല്ല, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല അതിനെ കുറിച്ച്. ഞാൻ ക്ലാസ് മുറികളിലേക്ക് പോയി. ഒരു ചെറിയ പരിശോധന. 30 അല്ലെങ്കിൽ 40 സ്റ്റുഡൻസിന് ഇരിക്കാനുള്ള ഡെസ്കും ബെഞ്ചും ഒക്കെ ഉണ്ട്. AC മുറികളാണ്, കാരണം സിറ്റി അല്ലേ. സിറ്റി ആകുമ്പോഴത്തേക്ക് AC മുറി വെച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് കംഫർട്ട് കുറയുമല്ലോ. പേരൻസിനും ആഗ്രഹം AC ഉള്ള ക്ലാസ് റൂം അല്ലേ. 2 സ്പ്ലിറ്റ് AC വെച്ചിട്ട് 2 ടൺ ആണോ 1.5 ടൺ ആണോ എന്നൊന്നും ഞാൻ ശരിക്കും നോക്കിയില്ല. ഓരോ ക്ലാസ് മുറിയിലും 2 AC വീതം വെച്ചിട്ടുണ്ട്. മുറിക്കകത്ത് തണുപ്പുണ്ട്. ഞാൻ നോക്കി, എല്ലാ ജനലുകളും വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് അടച്ചിരിക്കുകയാണ്. അവിടെ ഒരു എക്സോസ്റ്റ് ഫാൻ അല്ലെങ്കിൽ ഒരു ഫ്രഷ് എയർ അകത്തേക്ക് കൊടുക്കാനുള്ള ഒരു ഫാൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കി. ഒന്നുമില്ല. ഞാൻ മൊത്തം ഈ 5 കോളേജുകളിലെയും 1 അല്ലെ 2 മുറികൾ ഞാൻ ചെക്ക് ചെയ്തതാണ്. എല്ലായിടത്തും 2 മുറികൾ ചെക്ക് ചെയ്തിട്ടില്ല. അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് തന്നെ അകത്തേക്ക് കയറി ചെന്ന് ഞാൻ നോക്കി. എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ AC വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഫ്രഷ് എയർ കൊടുക്കാനുള്ള അല്ലെ ഒരു എക്സോസ്റ്റിനുള്ള ഒരു പ്രൊഫഷൻ അവിടെ എങ്ങും ഇല്ല. ഞാൻ വീണ്ടും കൗൺസിലറോട് ചോദിച്ചു, ഇവിടെ ഫ്രഷ് എയറിനുള്ള പ്രൊഫഷനൊന്നും ഇല്ലേ? വീണ്ടും അവരുടെ എന്റെ നേരെയുള്ള നോട്ടം മുമ്പേ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. ഇയാൾ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്? അപ്പോൾ AC എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ട എല്ലാം കൊടുക്കുന്ന, എല്ലാ കംഫോർട്ടും കൊടുക്കുന്ന ഒരു സാധനമായിട്ടാണ് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ വിശ്വസിക്കുന്നത്. അവിടെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിപ്പിക്കുന്ന സാർമാർ പോലും, അതായത് സയൻസിലെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സാറുമാർ പോലും ഈ ഫ്രഷ് എയറിനെ കുറിച്ചും ഓക്സിജനെ കുറിച്ചും കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചും പഠിച്ചിട്ട് വന്ന് ജോലി നേടിയവരും, അവർക്ക് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയുമില്ല. ഞാൻ ഇവിടെ പറയുന്ന കാര്യം ഏതെങ്കിലും ഡോക്ടർമാരോട് പോയി ചോദിച്ചിട്ട് നിങ്ങളുടെ സംശയം തീർത്തോളുക. ഒരു മുറി, ഒരു വ്യക്തിക്ക് അപ്രോക്സിമേറ്റ് വേണ്ട ഏരിയ, കംഫർട്ടബിൾ വർക്കിംഗ് സോൺ എന്ന് പറയുന്നത് 60 സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു മുറി, അതായത് 10 അടി ബൈ 6 അടി അല്ലെ 10 അടി ബൈ 8 അടിയുള്ള സ്ഥലമാണെങ്കിൽ അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് ആവശ്യത്തിനുള്ള ഓക്സിജനൊക്കെ ആ മുറിയിലുണ്ട്. ഒരു ജനലൊക്കെ വേണം ആ മുറിക്ക്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് 60 സ്ക്വയർ ഫീറ്റ്, ഈ 2 പേരിൽ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയയിൽ വേണമെങ്കിലും ആകാം. അപ്പം ഈ പറഞ്ഞ കണക്കുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 400 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? 8 പേർക്ക് മാക്സിമം, അല്ലെ 10 ആയിക്കോട്ടെ. ആ 400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഏരിയക്കകത്ത് 30 പേരെ ഇരുതിയിൽ എങ്ങനെ ഇരിക്കും? അവർക്ക് വേണ്ട ഓക്സിജൻ കിട്ടാനുള്ള മാർഗങ്ങൾ ആ മുറിയിലുണ്ടോ? വെറും ഈ സ്പ്ലിറ്റ് AC ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള
പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് യങ് ജനറേഷനാണ്, 15 മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികളാണ്, നല്ല ആരോഗ്യമുള്ള, നല്ല ഓടിച്ചാടി നടക്കുന്ന പിള്ളേരാണ്. അവർക്ക് വേണ്ട ഓക്സിജൻ ഈ പറഞ്ഞ മുറിയിൽ ഈ AC കൊണ്ട് കിട്ടുമോ? അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ആ ഓക്സിജന്റെ അളവ് കുറയില്ലേ? നിങ്ങൾ ചിലർ പറയുമായിരിക്കും കതവ് തുറന്നിട്ട് കാണുന്നു. കതവ് തുറന്നിട്ടാൽ പോലും അവർക്ക് ആവശ്യമുള്ള ഓക്സിജൻ അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ അവർ എക്സേൽ ചെയ്യുന്ന, അവർ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ആ വായുവിനെ പുറത്തേക്ക് കളയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു അരമണിക്കൂർ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴോ ഈ വായുവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ഓക്സിജൻ കുറയുകയും ചെയ്യുന്നില്ലേ? ഒന്ന് ചോദിച്ചു നോക്കുക ഏതെങ്കിലും ഡോക്ടറോട്. ഈ കെമിസ്ട്രി ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഫിസിക്സ് ഗ്രാജുവേറ്റ്സ് ഇവരെന്തുകൊണ്ട് ഈ കാര്യം റിയലൈസ് ചെയ്യുന്നില്ല? ടെമ്പറേച്ചർ കുറച്ചാൽ മാത്രം മതിയോ? എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റുകൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെക്ക് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം ഇല്ല? ഞാൻ സെർച്ച് ചെയ്തു, സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കണം, ഇൻഡോർ എയർ ക്വാളിറ്റി എന്തായിരിക്കണം, ഇന്ത്യയിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, ആരും പാലിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതൊന്നും ചെക്ക് ചെയ്യാനുള്ള, വെരിഫൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇന്ത്യയിലില്ല. AC വെച്ചാൽ എല്ലാമായി. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് എസ്കേപ്പ് റൂട്ടിനെ കുറിച്ചാണ്. അടുത്തത് അവിടെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ക്ഷീണിച്ചു വരുന്നു, വന്ന ഉടനെ നിങ്ങൾ അവർക്ക് പാലും അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പല ഭക്ഷണങ്ങളും കൊടുക്കുന്നു. പക്ഷെ അവരെന്തുകൊണ്ട് ക്ഷീണിച്ചു വരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതാണ് കാരണം. അവർക്ക് ശുദ്ധവായു കിട്ടുന്ന സ്ഥലത്തിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം അവരിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒരു പഠനം നടത്തി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സമയം കിട്ടുമ്പോൾ അടുത്ത ആഴ്ചയിലോ അല്ല അതിന്റെ അടുത്ത ആഴ്ചയിലോ എപ്പോഴൊക്കെ ഈ സ്കൂളിലെ ക്ലാസ് റൂമുകളിൽ പോയി ഒന്ന് നോക്കിയിട്ട് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഇരുന്നിട്ട് പോവാം. എന്തുമാത്രം ബുദ്ധിമുട്ട്, സഫോക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കുട്ടികളുണ്ടല്ലോ, അവരെല്ലാ ദിവസവും ആഴ്ചയിൽ 5 അല്ലെങ്കിൽ 6 ദിവസം അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അവർക്ക് ഇതിന്റെ നല്ലത് ഏതാ, ചീത്ത ഏതാ, ദോഷം ഏതാ എന്ന് അവർക്കറിയില്ല. അവർക്കതൊരു ഹാബിറ്റായി പോയി. അവരറിഞ്ഞുകൊണ്ട് അവരുടെ ആരോഗ്യത്തിനെ കുറയ്ക്കുകയാണ്. അവർക്ക് ആരും പറഞ്ഞു കൊടുക്കാനില്ല. ഇനി നമുക്ക് ഈ ഫയർ എക്സിറ്റിനെ കുറിച്ച് വീണ്ടും സംസാരിക്കാം. ഇതേ സ്കൂളുകളിൽ ഈ കെട്ടിടങ്ങളുടെ ചുറ്റുപാടുമുള്ള പല കെട്ടിടങ്ങളും ഞാൻ ശ്രദ്ധിച്ചു. അവിടെ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്. ആ കെട്ടിടങ്ങളിലൊക്കെ ഫയർ എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഫയർ എസ്കേപ്പ് റൂട്ട് ഉണ്ട്, ഈ എക്സ്ട്രാ സ്റ്റെയർ കേസുകളുണ്ട് ബിൽഡിങ്ങിന്റെ പുറകിൽ. അതിന്റെ കാരണം എന്താണെന്നോ, ഹോസ്പിറ്റലല്ലേ, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഹോസ്പിറ്റലിന് വേണ്ടി പെർമിഷൻ വേണമെങ്കിൽ ആ ചെക്ക് ലിസ്റ്റിനകത്ത് ഈ ഫയർ എസ്കേപ്പ് റൂട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് 3 സ്കൂളില് 2 ഹോസ്പിറ്റൽ അടുത്തടുത്തിരിക്കുന്നു. അതിൽ ഹോസ്പിറ്റലുകൾക്ക് ഈ പറഞ്ഞ ഫയർ എസ്കേപ്പ് റൂട്ട് ഉണ്ട്. അവർക്ക് അവിടെ ആ എസ്കേപ്പിനുള്ള, രക്ഷപ്പെടാനുള്ള അല്ലെ ഓടി പുറത്തേക്ക് പോകാനുള്ള സ്റ്റെയർ കേസുകളുണ്ട്. 5ാം നില തൊട്ട് താഴെ ഗ്രൗണ്ട് ഫ്ലോർ വരെ ഉണ്ട്. പക്ഷെ ഈ സ്കൂളുകൾക്ക് അതില്ല. കാരണം സ്കൂൾ അതിനെ ചെക്ക് ചെയ്യാനായിട്ട്, അതിനെ സർട്ടിഫൈ ചെയ്യാനായിട്ട് ആരുമില്ല. ആർക്ക് വേണമെങ്കിലും തുടങ്ങാവുന്ന ഒരു സ്ഥാപനമാണ് ഇക്കാലത്ത് സ്കൂളുകൾ, അല്ലെ ഇതുപോലുള്ള ട്യൂഷൻ സെന്ററുകൾ, അക്കാഡമികൾ. പ്രത്യേകിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നുമില്ല, ആരും ചോദിക്കാനില്ല. അഡ്വർടൈസ്മെന്റിൽ വരുന്ന വലിയ പേരുകളുണ്ടല്ലോ, അത് മാത്രം മതി. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. മരിച്ചുപോയ കുട്ടികളെ ഓർക്കുമ്പോൾ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴോ എനിക്ക് ദുഃഖമല്ല, എന്റെ മനസ്സിലൊരു ആധിയാണ്. ഇതൊന്നും തടയാൻ ഇവിടെ ആരുമില്ലേ? നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മരിക്കുന്നു. അതിനിടയ്ക്ക് ഇതുപോലെ ഒരുപാട് ആക്സിഡന്റുകൾ കാണുന്നു. ഇതാണോ നമ്മുടെ വിധി? ഈ ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും വലിയ എക്കോണമി, ട്രില്യൻസിലൊക്കെയാണ്. അതിലേക്ക് ചൂട് വെച്ച് നടക്കുന്ന ഇന്ത്യയിൽ എല്ലാ ദിവസവും നമുക്ക് ആക്സിഡന്റ് ന്യൂസുകളാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. കഴിഞ്ഞ 2 ആഴ്ചയിലെ ഏറ്റവും പ്രധാന സംഭവം എന്തായിരുന്നു? അർജുൻ എന്ന വ്യക്തി അവിടെ ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോൾ കാണാതെയായി. അയാളെയും കാണുന്നില്ല, അയാളുടെ ലോറിയും കാണുന്നില്ല. ഇതുവരെ അത് ലിഫ്റ്റ് ചെയ്യാനുള്ള അതിനുള്ള ഒരു സജ്ജീകരണങ്ങളൊന്നും അല്ല, നമ്മൾ അതിനകത്ത് എക്യുപ്ഡ് അല്ല. നമ്മൾ എന്തൊക്കെയോ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് എന്തൊക്കെയോ ചെയ്യുന്നു. കഷ്ടമല്ലേ നമ്മുടെ കാര്യം? ഈ ഒരു അക്കാഡമിയിൽ അപകടം ഉണ്ടായി, 3 കുട്ടികൾ മരിച്ചു, ഇപ്പൊ കുറെ ആക്ഷനൊക്കെ എടുക്കും എന്ന് കരുതിയിട്ട് ഇതുപോലുള്ള ആയിരക്കണക്കിന് ബിൽഡിങ്ങുകൾ ഡൽഹിയിലുള്ളത്, അതിന് മുകളിൽ ഒരു ഇൻസ്പെക്ഷൻ നടത്താനോ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനോ ഏതെങ്കിലും ഗവൺമെന്റ് തയ്യാറാകുമോ? അവിടെയും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറെ ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തും. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴോ അതൊക്കെ അങ്ങ് മറക്കും.